കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്താനായി നബാർഡ് വായ്പാ പദ്ധതിയുമായി മുന്നിട്ട് വന്നിരിക്കുകയാണ്. 2.37 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. 2024-25 വർഷങ്ങളിൽ മുൻഗണനാ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് 2,37,371 കോടി രൂപയുടെ വായ്പാ പദ്ധതിയുമായാണ് നബാർഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും വിഭവ സമാഹരണത്തിലെ കുറവുകളും അവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും നബാർഡ് സ്റ്റേറ്റ് ക്രെഡിറ്റ് സെമിനാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഭൂരേഖകൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റൽ, സഹകരണ മേഖലയിൽ ഉൽപാദന പ്രക്രിയകളും വിപണന ശൃംഖലയും ശക്തമാക്കൽ, കാർഷിക മേഖലയിൽ കൂടുതൽ വ്യവസായങ്ങൾ, മണ്ണ് പരിശോധനാ സംവിധാനങ്ങൾ, മനുഷ്യനും കാട്ടുമൃഗങ്ങളുമായുള്ള സംഘർഷം ഒഴിവാക്കൽ, കൃഷിയിലെ യന്ത്രവൽക്കരണം, ചെറുകിട വ്യവസായങ്ങൾക്ക് ലൈസൻസ് വേഗത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയവയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിൽ മുൻഗണനാ മേഖലാ വായ്പാ പദ്ധതിയിൽ 52% കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഈ വായ്പാ പദ്ധതി കേരളത്തിന് ഒരു ആശ്വാസം തന്നെയാണ്. കാരണം കേരളം വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നബാർഡിന്റെ ഭാഗത്തു നിന്നും കാർഷിക മേഖലയ്ക്ക് അഥവാ കേരളത്തിന്റെ അടിസ്ഥാന വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നബാർഡ് ഇപ്പോൾ ഇത്രയും വലിയൊരു വായ്പാ പദ്ധതി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. നബാർഡ് കേരളത്തിൽ മാത്രമല്ല, കഴിഞ്ഞ സമയങ്ങളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള വായ്പാ പദ്ധതികളെല്ലാം തന്നെ നബാർഡിന്റെ ഭാഗത്തു നിന്നും ഓഫറുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞത് നബാർഡിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതൊരു ദൗത്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നബാർഡ് എന്ന് പറയുന്നത് കേവലം ഒരു ബാങ്ക് മാത്രമല്ല. ഇന്ത്യ 100 വർഷം പൂർത്തിയാക്കാനിരിക്കുന്ന അടുത്ത 25 വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൗത്യമാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ. കേരളത്തിന് മാത്രമായിരുന്നില്ല, വിജയവാഡയിലും നബാർഡിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വായ്പാ പദ്ധതികളെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സ്വകാര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കാനായിട്ട് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ, അതായത് നബാർഡ്, സർക്കാരിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1003 കോടി രൂപയായിരുന്നു. അതായത് വിജയവാഡയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് 1003 കോടി രൂപയാണ്. അതിൽ തന്നെ ആഭ്യന്തര റോഡുകൾക്കായിട്ട് 861 കോടിയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 197 കോടിയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമെന്നായിരുന്നു ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെല്ലാം തന്നെ. മാത്രമല്ല 2024-25 അതായത് 2024 മുതൽ 25 വരെയുള്ള വർഷക്കാലയളവിൽ 446 കോടി രൂപയും 2025 മുതൽ 26 സാമ്പത്തിക വർഷത്തിൽ 669 കോടിയും സർക്കാരിന് ലഭിക്കും എന്നായിരുന്നു നബാർഡിന്റെ തീരുമാനം. പദ്ധതിയുടെ നടത്തിപ്പിനായി പഞ്ചായത്ത് രാജ് ഫണ്ടും നൽകും എന്നെല്ലാം തന്നെയുള്ള തരത്തിലുള്ള പ്രഖ്യാപനവും ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. എന്തു തന്നെയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നബാർഡിന്റെ ഈ ഒരു വായ്പാ പദ്ധതി എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ആശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള അവഗണന അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കവും കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നബാർഡിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഈ ഒരു വായ്പാ പദ്ധതി, അത് കാർഷിക മേഖലയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും വലിയ തരത്തിലുള്ള ആശ്വാസം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ കടമെടുപ്പ് വായ്പാ പദ്ധതി പോലും വലിയ ഞെരുക്കത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് 56,000 കോടി രൂപയുടെ ഒരു നിയന്ത്രണമായിരുന്നു കേരള സർക്കാരിന് മേൽ വരുത്തിവെച്ചിട്ടുണ്ട്. അതായത് 2024 പുതുവത്സരം ആരംഭിച്ച സമയത്തായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് ഈ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു വായ്പാ പദ്ധതിയിലൂടെ കേരളത്തിന് ഒരു ഇടക്കാല ആശ്വാസം ലഭിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണെങ്കിൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിന്റെ വരുമാന മാർഗമായി തന്നെ അന്നത്തെ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നികുതി വർധനവ് എന്നുള്ളൊരു ഉപാധിയായിരുന്നു. ആ ഉപാധിയാണ് ഇപ്പോൾ ഇത്തവണ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ അത്തരമൊരു ഉപാധി, അതായത് ഇത്രയും പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്ര വലിയൊരു ഇനി വീണ്ടും ഒരു നികുതി വർധനം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്ത്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവഗണന തുടരുന്ന ഈ സാഹചര്യത്തിൽ തന്നെ നബാർഡിന്റെ ഈ ഒരു വായ്പാ പദ്ധതി എന്ന് പറയുന്നത് അല്പമെങ്കിലും ആശ്വാസമാണ്, സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസമാണ്. മറ്റത് ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം അതും വലിയൊരു ആശ്വാസകരമാകും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും 2.37 കോടി രൂപയുടെ വായ്പാ പദ്ധതിയാണ് നബാർഡിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ലഭിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്.